നിലവിൽ 7 കേസുകൾ അനൂപ് മാലിക്കിനെതിരെ ഉണ്ടെന്നറിയുന്നു. അതും ഒരു കല്യാണ വീട്ടിലേക്കൊക്കെ ബോംബ് എറിഞ്ഞ കേസിൽ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഈ കേസുകളിൽ നിന്നൊക്കെ തടിയൂരി രക്ഷപ്പെട്ട് ഇങ്ങനെ പുറത്ത് സുഖമായി വിലസിക്കുന്നു എന്ന് മാത്രമല്ല വീണ്ടും അതേ പണിയെടുക്കുന്നു? സാമാന്യമായും അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് അയാളുടെ കയ്യിലുള്ള പണത്തിൻ്റെ തോതനുസരിച്ചാണ്, അതിൻ്റെ സ്വാധീനം കൊണ്ടാണ് അയാൾ ഇപ്പോഴും ഇതുപോലെ പരസ്യമായി ഇറങ്ങി നടക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ വരെ അയാൾ ഈ കണ്ണൂർ നഗരത്തിൻ്റെ പരിസരങ്ങളിൽ ഉള്ളതായി പോലീസിന് കൃത്യമായ വിവരവും ലഭിച്ചിട്ടുണ്ട്. ഈ അനൂപ് മാലിക് എന്ന് പറയുന്നത് 2009 മുതൽ ഇത്തരത്തിലുള്ള കേസുകൾ, ഇതിൽ 7 കേസുകളാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ എല്ലാം തന്നെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമുള്ള കേസാണ്. അതിലൊന്ന് ഈ ഒരു കൊലപാതക കേസിൽ ഒരു കൂട്ടുപ്രതി കൂടിയാണ് അദ്ദേഹം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് 2018 പൊടിക്കുണ്ട് ഈ രാജേന്ദ്ര നഗർ കോളനിയിലെ ഒരു വീട് തകർന്നതാണ്. അതും ഇതുപോലെ തന്നെ അനധികൃതമായി സ്ഫോടക വസ്തു സൂക്ഷിച്ചതിന് ശേഷം അത് പൊട്ടിത്തെറിച്ചുണ്ടായതാണ്. ആ വീട് പൂർണ്ണമായി തന്നെ തകർന്നു. പിന്നീട് അത് മുഴുവൻ കിളച്ച് മാറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് ഇതുപോലുള്ളൊരു രാത്രി ഒരു 10:30 സ്ഫോടനമുണ്ടായത്. ഒരു മാർച്ച് മാസത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് അവിടെ 5 പേർക്ക്, ഇയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് അത് വലിയ കേസുകളൊക്കെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ പിന്നീട് ആ കേസിൽ അയാൾ പുഷ്പം പോലെ ജാമ്യത്തിലിറങ്ങുകയും നടക്കുകയും ചെയ്തു. പിന്നീട് അയാളുടെ പേരിൽ പല കേസുകളുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കേസ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ഈ ഗാർബേജുകൾ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കുകയും അന്നൊക്കെ അത് കത്തിച്ച് സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമുണ്ടായിരുന്നു കുന്നിൽ, വളരെ വിദൂരമായ സ്ഥലത്ത്, ആൾക്കാർ അധികം സന്ദർശിക്കാത്ത സ്ഥലത്ത്. അതിൻ്റെ ഈ അടുപ്പിൻ്റെ അകത്ത്, അതായത് നമ്മൾ പറയുന്നത് ചിമ്മിണി പോലെയൊക്കെ കെട്ടിയായിരുന്നല്ലോ അന്ന് ഇത് കത്തിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ അടുപ്പിൻ്റെ അകത്ത് ഈ ഉപയോഗിക്കാത്ത അടുപ്പിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ ചാക്കിൽ കെട്ടി കിലോ കണക്കിനല്ല ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇയാളുടേതാണെന്നും ഇയാൾ ആ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. അയാൾ അവിടെ നിന്നും ജാമ്യത്തിലിറങ്ങുന്നു. പിന്നീട് പല രീതിയിലുള്ള കേസ്. അതിന് പുറമെയാണ് ഈ തോട്ടടയിൽ ഒരു കല്യാണ വീട്ടിലേക്ക് ആഘോഷത്തിൻ്റെ ഭാഗമായി വരനും വധുവും സംഘങ്ങൾ വരുമ്പോൾ സമയത്ത് പടക്കം വരികയും അത് പൊട്ടി ഒരാൾ മരിക്കുകയും ചെയ്ത വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ അവർക്ക് പടക്കം ഈ വെടിമരുന്നുകൾ നൽകിയത് ഇയാളാണെന്ന് അതിലൊരു പ്രേരണ കുറ്റം കൂടെ ചേർത്ത് ഇയാളെ ആ കൊലക്കേസിൽ പ്രതിയാക്കുകയും ചെയ്തിരുന്നു. ഇത്രയെല്ലാം കേസുകൾ ഉണ്ടായിട്ടും ഈ അനൂപ് മാലിക് ഇപ്പോഴും ചെയ്യുന്ന പണി ഇത് തന്നെയാണ്. അതായത് ഈ പടക്കം വെടിമരുന്നുകൾ കൊണ്ടുവരുന്നു, അത് പടക്കങ്ങളാക്കി നിർമ്മിക്കുന്നു. അതിൽ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് ഉൾപ്പെടെ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പലതവണ പരിശോധിച്ചതടക്കം ഉള്ളതാണ്. എന്നാൽ ഇയാളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയോ ഇയാളുടെ മറ്റു പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയോ പോലീസ് തയ്യാറായിട്ടില്ല. ഏതാണ്ട് 1 വർഷത്തിലധികമായി ആ വാടക വീട്ടിൽ താമസിക്കുന്നു. അവിടെ ആരാണ് താമസിക്കുന്നതെന്ന് ഒരു ആധാർ കാർഡിനപ്പുറത്തേക്കുള്ള ഒരു വിശദാംശങ്ങളും പോലീസിൻ്റെ കയ്യിലില്ല. ഇന്ന് രാവിലെ രാഹുലിനെ ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരാൾ പറയുന്നുണ്ട് ബൈക്ക് സ്കിഡ് ചെയ്ത് വീണ് അയാൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട്ടുകാരനാണെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ചെയ്തതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ പറയാൻ തയ്യാറായിട്ടില്ല എന്ന്. അങ്ങനെ ഇവരുടെ കൺമുൻപിൽ ഈ പറയുന്ന ഇത്രയും ജനവാസമുള്ള സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയും അവിടെ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജു പറയുന്നത് അവിടെ വെടിമരുന്ന് നിർമ്മിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിൻ്റെ സാമഗ്രികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. നിർമ്മിക്കുന്നു എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ അവിടെ ഈ വെടിമരുന്നുകൾ ശേഖരിക്കുന്നു, അവിടെ വെച്ചത് ബോംബുകളും മറ്റ് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും ഉണ്ടാക്കുന്നു, അത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, വിൽക്കുന്നു, എവിടത്തേക്ക് കൊണ്ടുപോകുന്നു, ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ, ആരാണിത് വാങ്ങുന്നത്, എല്ലാം തന്നെ വളരെ ദുരൂഹമായി തുടരുന്നൊരു കാര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് പോലീസ് ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും ഇങ്ങനെ ഒരാൾ ഇത്ര ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ താമസിക്കുകയും 1 വർഷത്തിലധികമായി താമസിച്ചിട്ടും അവരുടെ വേറെബേർഡ്സ് പോലീസിന് അറിയില്ല എന്ന് പറയുന്നത് ഇപ്പോഴും ആശ്ചര്യം എന്നേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന ആളുടെ ചരിത്രം CK പറയുമ്പോഴാണ് ഇതിന്റെ ഒരു ഗുരുതര സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരു വീട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതായത് നിങ്ങളും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടു കാണും. അപ്പോൾ അത്രയും വലിയ സ്ഫോടക വസ്തുവിന്റെ ശേഖരം അവിടെ ഉണ്ടായിരുന്നു. 1 വർഷമായി അനൂപ് മാലിക്കിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അവിടെ വരുന്നുണ്ട്. പക്ഷേ പ്രദേശവാസികൾക്ക് ഇതൊരു ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിൽ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഇത്രയും കേസുകളിൽ പ്രതിയായ, സമാനമായ സ്വഭാവമുള്ള കേസുകളിൽ പ്രതിയായ അനൂപ് മാലിക്കിന് പിന്നെയും എങ്ങനെ പോലീസിനെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ വെടിമരുന്ന് ശേഖരം അവിടെ സൂക്ഷിക്കാനും വീണ്ടും പടക്കവും ബോംബും ഒക്കെ നിർമ്മിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം.